ഇറാന് നേരെയുള്ള ആക്രമണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷമുണ്ടായത്. അഫ്ഗാനിസ്ഥാൻ പാക് അതിർത്തിയിൽ ആക്രമണം നടത്തിയോടെ പാക് സൈന്യം മുഴുവൻ അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആ മേഖലയിൽ വിന്യസിക്കപ്പെട്ടു. അപ്പോൾ ഇറാനെ ആക്രമിച്ചാൽ, അമേരിക്ക ഇസ്രായേലോട് ആക്രമിച്ചാൽ പാകിസ്ഥാൻ്റെ ഒരു സഹായം ഇറാന് കിട്ടരുത്. ഈ തന്ത്രം ഓതിക്കൊടുത്തത് മോദിയാണ്. കാരണം മോദി ഇസ്രയേലിലേക്ക് ഏതാനും ദിവസം മുമ്പ് പോകുന്നു, അവിടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പ്രതിരോധിച്ചതെന്ന് പറയുന്നു. അങ്ങനെ മൊസാദിൻ്റെ ഓപ്പറേഷൻ, മോദിയുടെ തന്ത്രം, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണോ ഈ ആക്രമണം? എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഇങ്ങനെ ഒരു തന്ത്രം മോദി ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇസ്രായേലിന് അമേരിക്കയ്ക്ക് ഇത് അറിഞ്ഞുകൂടായിട്ടാണ്. നമ്മളെന്ത് തന്ത്രമാണ് പയറ്റ് ചെയ്തതെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ഇസ്രായേലിനറിയാം. അവർ ഓരോ മൈക്രോ സെക്കൻഡ് വെച്ച് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തൊക്കെ ചെയ്തു അത് മുഴുവൻ ഇസ്രായേലിനറിയാം. സെക്കൻഡ് ബൈ സെക്കൻഡ് അവർ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം അത് നേരത്തെ മുതൽ അമേരിക്കയും മോണിറ്റർ ചെയ്യുന്നുണ്ട്, ചൈന മോണിറ്റർ ചെയ്യുന്നുണ്ട്, റഷ്യ മോണിറ്റർ ചെയ്യുന്നുണ്ട്, നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാ വിവരങ്ങളും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ആ വിവരങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. ബട്ട് വിവരങ്ങൾ എല്ലാവരുടെ കയ്യിലുമുണ്ട്. നമ്മൾ ആർക്കും ബുദ്ധിയൊന്നും ഉപദേശിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഉപദേശിക്കുന്ന ബുദ്ധി അവർ സ്വീകരിക്കുകയുമില്ല. അവരവരുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നു. അതാണ് ഇസ്രായേലിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യം. നമ്മുടെ നിന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവർ പറയും, നമുക്ക് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ, സ്ട്രാറ്റജിക്കലി നമുക്ക് അഡ്വാൻറ്റേജ് ആണെങ്കിൽ നമ്മളത് ചെയ്യുകയും ചെയ്യും. നമ്പർ 2, ഇനി ബുദ്ധി ഉപദേശിക്കാനുണ്ട് എന്ന് വയ്ക്കുക. അതിനായിട്ട് ഇസ്രായേൽ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് ഫോണിലൂടെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പം അതൊന്നും അതൊക്കെ വെറുതെ ഈ വൈൽഡ് സ്പെക്കുലേഷനാണ്. ഒരു യുദ്ധം നടക്കുമ്പോഴല്ലോ ഒരുപാട് അപവാദങ്ങൾ പരക്കും. അതൊന്നും വിശ്വസനീയമല്ല. അതിനൊന്നും ഒരു ബേസ് ഞാൻ കാണുന്നില്ല. അതുപോലെ ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് ബിസിയായി, അല്ലെങ്കിൽ അവർ ഇറാനെ സഹായിച്ചേനെ. അങ്ങനെയൊന്നുമല്ല. അഫ്ഗാനിസ്ഥാനെ ചെറുക്കുമ്പോൾ തന്നെ ഇറാനെ ഉപദ്രവിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചാൽ അങ്ങനെ ഉപദ്രവിക്കാനുള്ള കപ്പാസിറ്റി പാകിസ്ഥാനുണ്ട്. അവർക്ക് വലിയൊരു പട്ടാളമുണ്ട്. 6 ലക്ഷം വരുന്ന പട്ടാളമുണ്ട്. 6 ലക്ഷം പട്ടാളത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാനെ നേരിടാനായിട്ട് അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഇറാനെ ഉപദ്രവിക്കാം. മറ്റ് കാരണങ്ങൾ കൊണ്ട് അവർ അനങ്ങാതിരിക്കുന്നു. കാരണം അമേരിക്കയിൽ നിന്ന് സിഗ്നലില്ല. അമേരിക്ക പറയുന്നതനുസരിച്ചാണ് പാകിസ്ഥാൻ ചലിക്കുന്നത്. അപ്പോൾ അമേരിക്ക നാളെ പറയുകയാണ്, ഒരു വശത്തൂടെ നീ ഇറാനെ ആക്രമിച്ച് തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അത് ചെയ്യും. അപ്പോൾ ചേട്ടാ എന്നെ അഫ്ഗാനിസ്ഥാൻ തല്ലുന്നുണ്ട്. ശരി, അഫ്ഗാനിസ്ഥാനെ ഞങ്ങൾ നോക്കാം. അഫ്ഗാനിസ്ഥാനോടും പറയും, എടോ ഇച്ചിരി പതുക്കെ തല്ല്, കാരണം നമുക്കിവിടെ വേറൊരു ആവശ്യമുണ്ട്. ഇല്ലില്ല, ഞാനിവനെ തീർത്തിട്ട് അവനെ തീർക്കാം, ഞാനും കൂടെ ചേർന്ന് തീർക്കാം, താനൊന്ന് സമാധാനിക്കുക, ഒരു 2 ആഴ്ചത്തെ സമയം എന്താ, ഇവനെ ഒന്ന് തീർക്കട്ടെ ആദ്യം. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും സംഗതിയൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിച്ചതിനാൽ പാകിസ്ഥാന് ഇറാനെ ആക്രമിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ലോജിക്ക് ഒട്ടും ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ 75 വർഷമായിട്ട് ഇറാനുമായിട്ട് സാംസ്കാരികപരമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് പറയുന്ന ഒരു രാജ്യം, അങ്ങനെയുണ്ടെങ്കിൽ അവിടുത്തെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അനുശോചനം പോലും പരസ്യമായി രേഖപ്പെടുത്തുന്നില്ല. അല്ല, ആ നേതാവാണ് ഈ സാംസ്കാരികമായ ബന്ധം ഇല്ലാതാക്കിയത്. 75 വർഷമൊന്നുമല്ല, എത്രയാ, ഇറാന് ഒരു 6500 വർഷത്തെ പാരമ്പര്യമുണ്ട്. വലിയൊരു സിവിലൈസേഷനാണ് പാഴ്സികൾ. ആ പാഴ്സി സംസ്കാരം മുഴുവൻ നശിപ്പിച്ചിട്ട് ഷിയ ഇസ്ലാമിക സംസ്കാരമാക്കി മാറ്റിയത് 1979 മുതൽ ഈ അന്ന് അധികാരത്തിൽ വന്ന ഖൊമൈനിയും അതിനുശേഷം വന്ന് അലി ഖമനിയും ചേർന്നിട്ടുണ്ട്. ഈ ബന്ധമില്ല, സാംസ്കാരികമായ ബന്ധം തകർത്തത് അവരാണ്. അതുവരെ ബന്ധമുണ്ടായിരുന്നു, അത് കഴിഞ്ഞില്ല. ഇപ്പം ഈ ബന്ധത്തെപ്പറ്റി പെട്ടെന്ന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒക്കെ ഓർമ്മ വരുന്നത് അവർക്ക് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ സാംസ്കാരിക ബന്ധത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇപ്പോൾ ഇന്ത്യയിലെ കുറച്ച് ഷിയ മുസ്ലിങ്ങളുണ്ട്, അതിൻ്റെ വോട്ട് കിട്ടണം. പിന്നെ നരേന്ദ്രമോദി എന്ത് ചെയ്തോ അതിന് എതിര് പറയണം.
അത് നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. എന്താണോ ഇപ്പോൾ നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചിരുന്നു എന്ന് വെച്ചോ, അപ്പോൾ ഇവർ നേരെ തിരിച്ചു പറഞ്ഞു, അനുശോചനം മാത്രം അതിന് അറിയിച്ചാൽ മതിയോ, അതിനകത്ത് ഇടപെടണ്ടെന്ന് ചോദിച്ചു. എന്തിടപെടാൻ പോവുക? എന്ത് വിചാരിച്ചിട്ടാണ് ഇവർ ഗുണ്ടൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പക്കാ ദേശസ്നേഹിയായ ഒരു പൗരനാണ്. പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ കഴിവിനെ പറ്റി എനിക്ക് അഭിമാനമുണ്ട്, പരിമിതികളെ പറ്റിയുള്ള തിരിച്ചറിവുമുണ്ട്. നമ്മൾ അമേരിക്കയുടെ സായുധ ശക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എന്ത് ചെയ്യാൻ പോവാം നമ്മൾ അമേരിക്കയെ? എന്ത് ചെയ്യാൻ പോവാം നമ്മൾ ഇസ്രായേലിനെ? എന്ത് സോണിയാഗാന്ധിയും പിണറായി വിജയനും ഒക്കെ വിചാരിക്കുന്നത് അവരുമായിട്ട് അങ്ങ് യുദ്ധം പ്രഖ്യാപിക്കാമെന്നോ? ഇറാനെ സംരക്ഷിക്കാനായിട്ട് ഇവിടുന്ന് നമ്മൾ 1,00,000 പട്ടാളക്കാരെ അങ്ങോട്ട് അയച്ചു കൊടുക്കണമെന്നോ? എന്താ ആവശ്യം? എന്താ ഇറാൻ്റെ കാര്യം പറയും? നിങ്ങൾ ബി സ്പെസിഫിക്. നിങ്ങൾ പറ, 2,00,000 പട്ടാളക്കാരെ അങ്ങോട്ട് അയക്കണം, നമ്മളുടെ നേവിയോട് ആവശ്യപ്പെടണം, അമേരിക്കൻ ബേസസ് മുഴുവൻ തകർക്കാൻ, ഗൾഫിലെ അമേരിക്കൻ ബേസസ് മുഴുവൻ തകർക്കാൻ ഇന്ത്യ തീരുമാനിക്കണം. ധൈര്യമായിട്ട് പറ. പറ്റുമോ? നമ്മളെ കൊണ്ട് നടക്കില്ല. ഈ ലോകത്ത് സിനിജി ശക്തിയുടെ ലോജിക്കാണ്, വേറെ ഒന്നും ലോകത്തില്ല. ശക്തിയുള്ളവൻ പറയുന്നതാണ് ലോകത്ത് നടക്കുന്നത്. ഇതറിയാവുന്നതുകൊണ്ടാണ് നമ്മളെക്കാൾ ശക്തി ഉണ്ടായിട്ടും ചൈനയും റഷ്യയും ഇടപെടുന്നില്ലല്ലോ. അവർക്കൊക്കെ, ചൈനയ്ക്ക് അസാമാന്യമായ വാണിജ്യ ബന്ധങ്ങളുണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ട്. എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് അവിടെയുണ്ട്, ചൈനയ്ക്ക് ഇവിടെയുണ്ട്. വ്യാപാര കരാറുകളുണ്ട്, ഒക്കെയുണ്ട്, റഷ്യയ്ക്കുണ്ട്. എന്നിട്ട് അവരൊന്നും മിണ്ടുന്നില്ല, അവരിടപെടുന്നില്ല. അവർക്ക് ആയുധമില്ല എന്നിട്ടാണ് കയ്യിൽ. റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. ഉക്രൈനെ ആക്രമിച്ച റഷ്യയ്ക്ക് അറേബ്യൻ കടലിൽ അമേരിക്കയെ പ്രതിരോധിക്കാൻ എന്താ പ്രയാസം? പക്ഷേ അവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വല്ലവൻ്റെയും വഴക്കിൽ തലവെച്ചിട്ട് എൻ്റെ കയ്യിലെ കാശും ആയുധവും എൻ്റെ പട്ടാളക്കാരെയും നശിപ്പിക്കേണ്ട കാര്യമില്ല. ഓ, സാംസ്കാരികമായ ബന്ധമുണ്ട്. തേങ്ങ വേണം ആൾക്ക്. ഈ സാംസ്കാരികമായ ബന്ധം നിലനിർത്താനായിട്ട് എത്ര വലിയ വില കൊടുക്കേണ്ടി വരും? എന്ത് വിലയെന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ലോകരാജ്യങ്ങൾ നിലനിൽക്കുന്നത് ശക്തിയുടെ പുറത്താണ്. സാമ്പത്തിക ശക്തിയായിരിക്കണം, നിങ്ങൾ ആയുധ ശക്തിയായിരിക്കണം. അതല്ലെങ്കിൽ പട്ടി വിലയാണ് നിങ്ങളുടെ രാജ്യത്തിന്. പിന്നെ യുണൈറ്റഡ് നേഷൻസിൽ പോയി പ്രസംഗിക്കാം. അത് പ്രസംഗിക്കാനായി ഉണ്ടാക്കിയിട്ടൊരു ഹോളാണ് യുണൈറ്റഡ് നേഷൻസ്. അവിടെ മൈക്കും സാധനമൊക്കെ ഉണ്ട്. മിനിമം ഓഡിയൻസ് ഉണ്ടാകും. 198 രാജ്യങ്ങളിൽ മിനിമം 22 രാജ്യങ്ങളെങ്കിലും കോറം തേക്കാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് മറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിനിമം 22 പേര് നിങ്ങളുടെ മുമ്പിലുണ്ടാകും. നിങ്ങൾ ഘോരം പ്രസംഗിച്ചു. എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. ഗംഭീര പ്രസംഗം. വാജ്പേയി പോയി ഹിന്ദിയിൽ പ്രസംഗിക്കുന്നു. VK കൃഷ്ണമേനോൻ പണ്ട് 6 മണിക്കൂർ പ്രസംഗിക്കുന്നു. കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും മാത്രം കഴിച്ചുകൊണ്ട് 6 മണിക്കൂർ. എന്തിനാണെന്നറിയുമോ? ചൈനയെ യുണൈറ്റഡ് നേഷൻസിൽ മെമ്പറാക്കാൻ. UN സെക്യൂരിറ്റി കൗൺസിലിൽ അംഗത്വം എല്ലാവരും കൂടെ തീരുമാനിച്ചു ഇന്ത്യക്ക് കൊടുക്കാൻ. ഇന്ത്യ വേണ്ടെന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു വേണ്ടെന്ന് പറഞ്ഞു. VK കൃഷ്ണമേനോൻ അവിടെ പോയി അവതരിപ്പിച്ചു, ഞങ്ങൾക്കല്ല, അത് ചൈനയ്ക്കാണ് കൊടുക്കേണ്ടത്. ചൈന ഞങ്ങളെക്കാൾ വലിയ രാജ്യമാണ്, അവർക്ക് കൊടുക്കുക, അവർക്ക് വേണം ആദ്യം കൊടുക്കാൻ. അവർക്ക് ആദ്യം കൊടുത്തു, വരെ കിട്ടി. അതെ, ഇത് വെളിപ്പെടുത്തിയത് നമ്മളുടെ പ്രസിഡൻ്റായിരുന്ന KR നാരായണനാണ്. ഞെട്ടി പണ്ടാരടങ്ങി പോയി കോൺഗ്രസ്സുകാർ പോലും. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ MP ആയിരുന്നു KR നാരായണൻ. അദ്ദേഹം വിദേശകാര്യ വകുപ്പിലും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാൻഡ് നോളജാണ് ആ മനുഷ്യന്. അദ്ദേഹം ശാന്തമായിട്ട് പറഞ്ഞു, നമുക്ക് ഓഫർ വന്നതാണ്, നമ്മളത് വേണ്ടെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ചെയ്ത ആൾ ഞെട്ടിപ്പോയി. ദൂരദർശൻ്റെ പ്രതിനിധിയായിരുന്നു. അയാൾ പറഞ്ഞു, അങ്ങനെ അല്ല, അന്ന് ജവഹർലാൽ നെഹ്റു. നാരായണൻ പറഞ്ഞു, അതെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ തീരുമാനമായിരുന്നു. ഒരുപക്ഷെ അന്നത് ശരിയായിരുന്നു. നാരായണൻ നെഹ്റുവിനെ കുറ്റപ്പെടുത്തിയൊന്നുമില്ല. നാരായണൻ പറഞ്ഞു, അന്ന് ശരിയാണെന്ന് തോന്നുന്നൊരു തീരുമാനം അന്നെടുത്തു. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വലിയ മണ്ടത്തരമുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ UN സെക്യൂരിറ്റി കൗൺസിൽ എന്നെ കൂടെ എടുക്കണമെന്ന് ആരും അത് വീറ്റോ ചെയ്യുന്നത് ചൈനയാണ്.
ബാക്കിയുള്ളവരെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന വീറ്റോ പ്രയോഗിക്കുന്നു. ഇങ്ങനെയാണ് ഈ ധർമ്മം, സംസ്കാരം, തേങ്ങാക്കൊല, മാങ്ങാത്തുലി എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നിങ്ങൾ അപഹാസ്യരായിട്ട് തീരും. നെവർ ഡു ദാറ്റ്. ശക്തിയാണ്, ഫോഴ്സ് ഉള്ളവനെ എല്ലാവരും അനുസരിക്കും. അവൻ പറയുന്നത് ന്യായം. ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അർത്ഥത്തിലെടുക്കുന്ന ന്യായമല്ല. ബലവാൻ എന്ത് പറയുന്നു അതാണ് ന്യായം. ഈ ചെന്നായ ആട്ടിൻകുട്ടിയോട് പറയുന്നില്ലേ, നീ വെള്ളം കലക്കി, ഞാൻ കലക്കിയില്ല, നീ കലക്കിയില്ലെങ്കിൽ നിൻ്റെ അപ്പൂപ്പൻ കലക്കി. ഇതാണ് ന്യായം. കാരണം ചെന്നായ ബലവാനാണ്, ആട്ടിൻകുട്ടി ദുർബലനാണ്. ഈ സാധനം മനസ്സിലാക്കിയ ഏക ഭാരതീയൻ ചാണക്യനാണ്. ചാണക്യൻ പറഞ്ഞു, ഈ തത്വവും ന്യായവും വേദാന്തവും എല്ലാം ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്. നമുക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി നമ്മൾ അനുവർത്തിക്കേണ്ട ധർമ്മം, ക്രിയകൾ, അത് ഇത് നന്നായിട്ട് ജീവിക്കുക, അയൽക്കാരോട് മാന്യമായിട്ട് പെരുമാറുക, തന്നിൽ എളിയവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക, അത് ഈ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കൊള്ളാം. ബട്ട് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നിങ്ങളിത് ചെയ്യരുത്. രാഷ്ട്രത്തിനുള്ളിലെ ജനങ്ങൾ, വ്യക്തികൾ അനുഷ്ഠിക്കേണ്ട ധർമ്മമല്ല രാഷ്ട്രം മൊത്തം അനുഷ്ഠിക്കേണ്ടത്. ഒരു ഭരണാധികാരി അനുഷ്ഠിക്കേണ്ട ധർമ്മം വേറെയാണ്. അവിടെ ചതിയും വഞ്ചനയും കാപട്യവും കുതികാലുവെട്ടും കുത്തിത്തിരിപ്പും ഒക്കെയാണ് ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ തന്ത്രങ്ങൾ എടുക്കുക. പണ്ട് ഇറാൻ നമ്മളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെ അപകടത്തിലാക്കണം. ശരി, അപകടത്തിലാക്കിയാൽ നമുക്ക് ഇറാനെ രക്ഷിക്കാൻ പറ്റുമോ? അതിനുള്ള ശക്തി ഉണ്ടോ നമുക്ക്? ഇല്ല. നമ്മളെക്കാൾ ശക്തരായ റഷ്യയും ചൈനയും പോലും മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ സിന്ദാബാദ് വിളിക്കുന്നു, ഇറാൻ്റെ കൂടെ നിൽക്കണം. പോയി കൂടെ നിൽക്കുക, ചത്തുപോകും. ഇൻസ്റ്റൻറ്റേനിയസ്. എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മുടെ രാജ്യത്തെ നമ്മൾ നിലനിർത്തുന്നത്. വെറും പാകിസ്ഥാൻ്റെ ശല്യം കൊണ്ട്. അപ്പുറത്ത് ചൈന ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് ബംഗ്ലാദേശ് എന്ത് ചെയ്യുമെന്നറിയാതെ അത് നിൽക്കുന്നു. ആ സമയത്താണ് ഈ കക്ഷികളെല്ലാം കൂടെ ഇറാനെ രക്ഷിക്കാൻ 75 വർഷത്തെ തേങ്ങ ഉണ്ടായിരുന്നു നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞിട്ട് ഇത് നശിപ്പിച്ച് കളഞ്ഞത് ഈ ഖമേനി സംഗതിയാണ്. ഖമേനി ഒന്നാം തരം ദുഷ്ടനായിരുന്നു. ഞാൻ പറഞ്ഞു, അയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അയാൾ മഹാനാകുന്നത് എങ്ങനെയാണ്? പരമദുഷ്ടനായിരുന്നു. അയാൾ എത്ര പേരെയാണ് അയാൾ കൊന്നത്? സ്വന്തം രാജ്യത്തെ പൗരന്മാരെ. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇത്രയെല്ലാം മിസൈലും ബോംബും പണ്ടാരും ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴും 800 കടന്നിട്ടില്ല ഇറാനിലെ മരണം. ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗികമായിട്ട് 1000 കടന്നു എന്നൊക്കെ പറയുന്നു. ഔദ്യോഗിക കണക്ക് ഇപ്പോഴും 798 മറ്റോ ആണ്. ബട്ട് ഖമനൈ അയാൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊന്ന ആൾക്കാരുടെ എണ്ണം 10,000-ൽ കൂടുതലാണ് ഇറാൻകാരെ. അത്രയും ഡൊണാൾഡ് ട്രംപ് കൊന്നിട്ടില്ലല്ലോ. അത്രയൊന്നും ദ്രോഹം നെതന്യാഹു ചെയ്യുന്നില്ലല്ലോ. ആ മനുഷ്യനെ എന്നിട്ട് ആ ഖമനിയെ പിന്തുണയ്ക്കാനായിട്ട് ഇവിടെ സിന്ദാബാദ് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ പൊട്ടത്തരം വല്ലതും ഉണ്ടോ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. ആ കാശ് കൊടുത്ത് മേടിച്ച ആയുധങ്ങളാണ്. അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ട, ഏതെങ്കിലും ഖമനിയെ സംരക്ഷിക്കാനല്ല. അയാളുടെ കാര്യം അയാൾ നോക്കിക്കോളും. നമ്മളയാളെ സംരക്ഷിക്കാൻ പോകുന്നു. ഗൾഫിൽ കിടക്കുന്ന നമ്മുടെ ആൾക്കാരോ അവരാരും സഹായിക്കും. ഇപ്പം നമ്മൾ ഇറാൻ്റെ ഭാഗം പിടിക്കാൻ പോകുന്നു. അപ്പോൾ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇറാൻ്റെ ഭാഗത്തല്ലേ, നിങ്ങളുടെ ആൾക്കാരെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ, ഇറാനിൽ പോയി താമസിക്കട്ടെ. എന്ത് ചെയ്യും? 1ഉം 2ഉം അല്ല, 90 ലക്ഷം ആൾക്കാരാണ്. അതിൽ കൂടുതലും മലയാളികളുമാണ്. 90 ലക്ഷം ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത് സിനിജി ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് കപ്പൽ വെച്ച്, ഏത് വിമാനം വെച്ചാൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? 90 ലക്ഷം ഇന്ത്യക്കാരെ. ക്യാൻ യു ഇമാജിൻ? ഒരു വർഷം കൊണ്ട് പോലും നിങ്ങൾക്ക് ഇവാക്യുവേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. എന്താലോചിച്ചിട്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇങ്ങനെ പറയുന്നത്? സോണിയാഗാന്ധി, വൃന്ദ കാരാട്ട്, പിണറായി വിജയൻ, എം വി ഗോവിന്ദൻ, ഒരു മനുഷ്യ പറ്റില്ലാത്ത മഹാഭാവികൾ. 90 ലക്ഷം, നമ്മുടെ 90 ലക്ഷം ആൾക്കാരെ ഉപേക്ഷിച്ചിട്ട് ഖമനയെ താങ്ങാൻ പോകുന്നു. മഹാകഷ്ടങ്ങളല്ല. താങ്ങുന്നവർ താങ്ങട്ടെ, എന്ത് ചെയ്യാൻ പറ്റും?
അപ്പോഴും ഈ മൊസാദിൻ്റെ തന്ത്രത്തെ ഇവർ അംഗീകരിക്കുന്നില്ല, ഇവർ മനസ്സിലാക്കുന്നില്ല. അവരെത്രയോ കാലമായിട്ട് ഇത് വാച്ച് ചെയ്തിട്ടായിരിക്കത്തില്ല ഈ ഒരു ലക്ഷ്യം നേടിയത്. അങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടി. എറ്റേണൽ വിജിലൻസ് ഈസ് എ പ്രൈസ് ടു ബി പെയ്ഡ് ഫോർ കീപ്പിംഗ് യുവർ നേഷൻ ഇൻടാക്റ്റ്. 24 മണിക്കൂർ നമ്മുടെ സൈന്യം, നമ്മളുടെ സെക്യൂരിറ്റി അപ്പാരറ്റസ് കണ്ണിമ ചിമ്മാതെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മൾ രാജ്യം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ തന്നെത്താനെ അങ്ങ് നിൽക്കുന്നതല്ല, നിർത്തുന്നതാണ് ഇതിനെ. സംരക്ഷിച്ച് നിർത്തുകയാണ്, അല്ലാതെ തന്നെത്താനെ അങ്ങ് നിൽക്കുകയല്ല. ആരോ എവിടെയോ ഉറക്കം കളയുന്നതുകൊണ്ടാണ് സിനിജിയും ഞാനും ഉറങ്ങുന്നത്. അതെ, നമുക്ക് വേണ്ടി മറ്റേതോ ഒരു പേരില്ലാത്ത ഒരു മനുഷ്യൻ ഉറങ്ങാതെ ഇരിപ്പുണ്ട്. അത് അതിർത്തിയിലായിരിക്കാം, കടലിലായിരിക്കാം, ആകാശത്തായിരിക്കാം, നമുക്കറിയില്ല. അയാൾ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ബട്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ പ്രൊട്ടക്ഷനിലാണ് നമ്മുടെ രാഷ്ട്രം നിലനിൽക്കുന്നത്. അത് ഉപേക്ഷിച്ചിട്ട് ഖമനിയുടെ പിന്നാലെ പോകുന്നു. 75 വർഷത്തെ സാംസ്കാരം എന്തടുപ്പമുണ്ട് എനിക്കറിയില്ല. 2019 നമ്മൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. ഖമനെ പറഞ്ഞു ഇന്ത്യ ഒപ്രസീവാണ്, മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല. 2020 ഡൽഹി കലാപം നടന്നു. ഖമനെ എന്ന് ബഹളം വെച്ചു. ഈ വെള്ളത്താടിക്കാരൻ ഖമനെ ഇപ്പം മരിച്ചു പോയില്ലേ, അങ്ങേര് ബഹളം വെച്ചു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, ഇതാ അവരെ കൊല്ലുന്നു, ജനോസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത കക്ഷിയാണ് ഈ ഖമനെ. അതെ, ഒറ്റ കാലത്തും ആ മനുഷ്യൻ ഇന്ത്യയെ ഒരു പാർട്ട്ണറായിട്ട് അയാൾ കണ്ടിട്ടില്ല. പിന്നെ ദൂരം കൊണ്ടും മറ്റ് താല്പര്യങ്ങളില്ലാത്തത് കൊണ്ടും നമ്മളോട് വഴക്കിന് വന്നിട്ടിരുന്നേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടും വഴക്കിന് പോയിട്ടില്ല. കാണുമ്പോൾ വർത്താനം പറയും, ഇടയ്ക്ക് അവിടെ പോകും, ആ കൊള്ളാമെന്നൊക്കെ പറയും. ഇതേ സംഗതിയും പറയും. 7500 വർഷമായിട്ട് നമ്മൾ തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ, ആ ഉണ്ട്. ഇങ്ങനെ നല്ല വാക്ക് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു രണ്ടുപേരും. ഇത് കവിഞ്ഞുള്ള ബന്ധമൊന്നും നമുക്ക് ഇറാനുമായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.